ഹായ് കൂട്ടുകാരെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് മുറ്റത്തൊന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. സൂര്യൻ അതാ ഇലകൾക്കിടയിലൂടെ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നുണ്ട്. അതിന് മുൻപ് തന്നെ ഞാൻ അടുക്കളയിൽ പോയിട്ട് പൊട്ടറ്റോ ഒക്കെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു വേവിക്കാൻ വേണ്ടിയിട്ട്. മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ആദ്യം തന്നെ പൊട്ടറ്റോ അതാ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുറ്റത്ത് ചെന്ന് നോക്കിയപ്പോഴേക്കാണ് വിസിലടിച്ചത് കേട്ടോ. കുക്കറിൻ്റെ സൗണ്ട് കേട്ടത്. അപ്പോൾ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് തന്നെ വന്നു. ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു കേട്ടോ. ചായ വെച്ചിട്ടായിരിക്കാം ബാക്കി പണിയെന്ന് വിചാരിച്ച്. പല്ല് തേച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് ചായ കുടിക്കണം, അത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചായയൊക്കെ സെറ്റായിട്ടോ. സ്വത്തും ബസാറിനും എണീച്ചിട്ടില്ല, അവർ നല്ല ഉറക്കത്തിലാണ്. ഇനി സ്വത്തുവിനെയൊക്കെ വിളിച്ചുണർത്തണം, സ്കൂളുള്ള ദിവസമാണല്ലോ. അങ്ങനെ മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റും ചെറിയൊരു പീസ് ക്യാരറ്റും ചെറിയൊരു പീസ് സവാളയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ കുറച്ച് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് വെച്ച് ക്യാരറ്റും സവാളയൊക്കെ അരിഞ്ഞത്. മസാല ദോശ എൻ്റെ സ്വത്തുക്കുട്ടീൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കുന്നതാകുമ്പോൾ പിന്നെ പറയുകയും വേണ്ട, സ്വത്തുവിന് കൂടുതൽ ഇഷ്ടമാണ്. ഞാനങ്ങനെ ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഒന്ന് എടുത്തതാണ്. ഇത് ലാസ്റ്റത്തെ ആണ് കേട്ടോ. അന്നൊരിക്കൽ ചിക്കൻ വാങ്ങിക്കുമ്പോൾ കൊണ്ടുവന്ന മല്ലിയിലയും കറിവേപ്പിലയാണ്. അപ്പോൾ ഇന്ന് നല്ലത് നോക്കിയിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മല്ലിയില കൂടി ഇടാമല്ലോ. അങ്ങനെ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. എന്നിട്ടത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്താണ്. മല്ലിയില ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനെന്താ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഒന്ന് നോക്കിയതാണ് കേട്ടോ. ഇതുവരെ കുക്കർ തുറന്ന് നോക്കിയിട്ടില്ല, അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോഴേക്കും നല്ല ചൂടാണ് കേട്ടോ, ചൂട് പോയിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം ഒരു പാത്രം എടുത്തിട്ട് ഒരു കത്തിയെടുത്ത് വേഗം പൊട്ടറ്റോ ഒന്ന് കുത്തിയെടുത്തതാണ്. പൊട്ടറ്റോ നല്ല ചൂടാണ്. അങ്ങനെ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണമല്ലോ. തൊലി കളയാൻ നോക്കിയപ്പോൾ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ സ്വത്തുവിനെ ഒന്ന് വിളിച്ചുണർത്തണമെന്ന് പറഞ്ഞ് റൂമിൽ പോയതാണ്. അപ്പോൾ കുറച്ച് സമയം ഈ പൊട്ടറ്റോ ഒന്ന് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് ചൂടൊക്കെ ആറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ സ്വത്തുവിനെ ഒന്ന് വിളിച്ചുണർത്തി. രാവിലെ എണീപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷേ സ്കൂളില്ലാത്ത സമയമാകുമ്പോൾ പെട്ടെന്ന് ചാടി ഓടി എണീച്ചോളെ. അങ്ങനെ ഞാനിതാ പൊട്ടറ്റോൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. സ്വത്ത് അങ്ങനെ എണീച്ചിരിക്കുന്നുണ്ട്. ഞാൻ പൊട്ടറ്റോ ആയിട്ട് അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ. എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനൊന്ന് കുത്തി ഉടയ്ക്കുകയാണ്. അതിനുശേഷം ഞാനൊരു കുഞ്ഞു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടികളെല്ലാം ഉപ്പെല്ലാം കൂടി ഞാനൊരു കുഞ്ഞു പ്ലേറ്റിലാക്കി വെച്ചതാണ്. അപ്പോൾ അതങ്ങോട്ട് തള്ളിയാൽ പോരെ, ഒറ്റയടിക്ക് അവിടെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ പറഞ്ഞിട്ട് ഒരു കുഞ്ഞു പ്ലേറ്റിലാക്കി വെച്ചതാണ്. അങ്ങനെ മസാലക്കറി വെക്കാനുള്ള എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചീനച്ചട്ടി എടുത്തൊന്ന് അടുപ്പിൽ വെക്കണം. അതിന് ചീനച്ചട്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചീനച്ചട്ടി താഴെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചട്ടിയൊക്കെ എടുത്തതിന് ശേഷം ഞാനിത് ഗ്യാസ് കത്തിച്ചു, ചട്ടി അടുപ്പിൽ വെച്ചു കേട്ടോ. കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തു. കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയല്ല കേട്ടോ, പാം ഓയിലാണ്. അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഞാനിത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് ചടപടാ വന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ക്യാരറ്റും അരിഞ്ഞു വെച്ച് സവാള കൂടി ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കിയതാണ് കേട്ടോ. ചെറുതായി ഒന്ന് വഴണ്ടി വന്നപ്പോൾ നമ്മുടെ പൊട്ടറ്റോ വേവിച്ച് വെച്ച പൊട്ടറ്റോ കൂടി ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുള്ളൂ. പിന്നെ മസാലപ്പൊടികൾ കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അത് ഒറ്റയടിക്ക് അങ്ങോട്ട് തട്ടിക്കൊടുത്തു പ്ലേറ്റിൽ നിന്ന്. അങ്ങനെ മല്ലിയില കൂടി അതിലിട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴേക്കും കറി റെഡിയായി. ഇപ്പോഴും ബെഡിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ, ബെഡിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല. അപ്പോഴേക്കും മസാലക്കറിയൊക്കെ റെഡി ആയിട്ടോ. ഞങ്ങൾക്ക് 3 പേർക്ക് ഇങ്ങനെയുള്ള മസാലക്കറി ഇഷ്ടമാണ്. പിന്നെ ഇനി ദോശ കൂടി ഉണ്ടാക്കണം. പാനൊക്കെ അടുപ്പിൽ വയ്ക്കുന്നുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ഇതൊക്കെ പോയിട്ടോ കേട് വന്ന്. അപ്പോൾ ഞാനിതാ ദോശക്കല്ലൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് മാവുണ്ട്, അതുകൊണ്ട് ദോശ ഉണ്ടാക്കുക. ഇഡലിയെക്കാട്ടിലും കൂടുതൽ ഇവർക്കൊക്കെ ഇഷ്ടം ദോശയാണ് കേട്ടോ. എനിക്കും ഇഷ്ടം ദോശയാണ്. ക്രിസ്പി ആയിട്ടുള്ള ദോശ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തന്നെ മാവൊക്കെ ഒഴിച്ച് കൊടുത്തു. അതിനിടയിൽ സ്വത്തുവിനെ ഒന്ന് അടുക്കളയിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വത്തുവിനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ദോശമാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ സൗണ്ട് കേട്ടില്ലേ? എനിക്ക് അങ്ങനെയല്ല ആ ഒരു സൗണ്ട് കേൾക്കണേ. പുറത്തുനിന്ന് അണ്ണാറക്കണ്ണിൻ്റെ സൗണ്ട് കൂടി കേൾക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ കോഴിയുടെ സൗണ്ട്, ലവ് ബേർഡ്സിൻ്റെ സൗണ്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഞാനിത് ദോശയൊക്കെ പരത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ മസാലയുണ്ടല്ലോ അതൊന്ന് അതിലോട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ഞാനിത് ദോശയ്ക്ക് മുകളിൽ മസാലക്കറിയൊക്കെ ഒഴിച്ച് സെറ്റാക്കി മസാല ദോശ റെഡിയാക്കി കേട്ടോ. ആദ്യത്തെ മസാല ദോശ ഇതാ റെഡിയായി. പിന്നെ കുറച്ചുകൂടി ഉണ്ടാക്കി വെച്ചു കേട്ടോ. സ്വത്തുവിനെയൊക്കെ കുളിപ്പിച്ച് സ്വത്തുവിന് കഴിക്കാനൊക്കെ കൊടുത്തു സ്കൂളിലൊക്കെ കൊണ്ടുവിട്ടു. അപ്പോൾ കൊണ്ടുവിട്ട് വന്നതിന് ശേഷം ഞാനിതാ നമ്മുടെ ഗപ്പി ടാങ്ക് നോക്കിയതാണ് കേട്ടോ. അന്നൊരിക്കൽ കായൽക്കരയിൽ നടക്കാൻ പോയപ്പോൾ സ്വത്തുവിന് സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത പായലാണിത്. അപ്പോൾ സ്വത്തുവിന് ഗപ്പി ടാങ്കിലിട്ട് കൊടുത്തു. ഇതിലാണെങ്കിൽ നിറയെ ഗപ്പിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്രയും ഗപ്പിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിനുശേഷം ഞാൻ നമ്മുടെ പൂവൻകോഴിയും പിടക്കോഴിയും കൂടി പുറത്ത് വിട്ടതാണ്. അപ്പോഴാണ് അവൾ മുട്ടയിട്ട് ഇരിക്കുന്നു. കുറച്ച് ദിവസമായി അവൾ മുട്ടയിട്ടിട്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും മുട്ടയിട്ടു കേട്ടോ. അവരതാ പുറത്ത് കൂടെ നടക്കുകയാണ്. അപ്പോഴേക്കും എന്താ 2 അമ്പലപ്രാവും വന്നിട്ടുണ്ട് കേട്ടോ. സമയമൊക്കെ 10 മണി കഴിഞ്ഞു. ഇപ്പോൾ ഒന്ന് നോക്കിയേ സൂര്യൻ എത്രത്തോളം ഉദിച്ച് നിൽക്കുന്നുണ്ടെന്ന്. ബായ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.